പ്ലാറ്റ്ഫോമിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല ശ്രദ്ധ തന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കത്തുള്ളൂ. കാരണം നിങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവരും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ വീട്ടിൽ ജോലിക്ക് പോകുന്നവരും ബാക്കി എല്ലാം ഡിജിറ്റലിലാണ്. ഏറ്റവും കൂടുതൽ ഡിജിറ്റലിലോട്ട് മാറിയത് നമ്മൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്ത് ഡിജിറ്റലിലോട്ട് മാറിയത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. അപ്പം മാത്സ് ക്ലാസ് അല്ല, വേറെ ഏത് ക്ലാസ് ആയാലും ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. നമുക്ക് വേണ്ട ഒരു ബുക്കും പേനയും, ഇപ്പം മാത്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ബോക്സും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. നമ്മൾ പഠിക്കുന്നത് സർക്കിൾസ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് ഇത്, സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ. നമ്മൾ ഇപ്പം ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംശയം വേണമെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അത് ലാസ്റ്റ് എല്ലാം കൂടെ വെച്ച് സംശയമൊക്കെ ചോദിച്ച് നമുക്ക് അതിനെ ക്ലിയർ ചെയ്ത് പോവാം. നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ തന്നെ സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഇത് ടഫായിട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് അത് ടഫായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും നോക്കരുത്. ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു ഇതോടുകൂടി തന്നെ എന്ത് ചെയ്യണം, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. വേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും നോട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമ്മൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങാനടുത്ത് ഫസ്റ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ വരുന്നത്. ഒരു കാര്യം പോലും അധികമായിട്ടില്ല. എല്ലാം ചെറിയ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച 1-2 കാര്യങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒറ്റ ഇതിലോട്ടാകും. അത്രേ ഉള്ളൂ. ഈ സർക്കിള് നമുക്കിപ്പോൾ ഫസ്റ്റ് വേണ്ടപ്പോഴും സർക്കിള് ഫുള്ളോടെ വേണ്ട. ഒരു ഡയമീറ്റർ കൊണ്ട് നമ്മൾ ഈ സർക്കിളിനെ എന്ത് ചെയ്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഡയമീറ്റർ കൊണ്ട് നമ്മൾ ഈ സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ഈ ഡയമീറ്റർ കൊണ്ട് സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടി. ഈ ഒരു പോർഷനെ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് സെമി സർക്കിൾ എന്നാണ് പഠിച്ചിരിക്കുന്നത്. സെമി സർക്കിൾ. ഓക്കെ, സെമി സർക്കിൾ എന്നൊരു പോർഷൻ കിട്ടി. നമ്മൾ ഈ സർക്കിൾ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് പഠിക്കേണ്ട തിയറം തന്നെ എന്താണ്? ഈ സെമി സർക്കിളിൻ്റെതാണ്. ഈ സെമി സർക്കിളിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ പറയുന്നത്, ഈ സെമി സർക്കിളിന്റെ അകത്ത് ഒരു ആംഗിൾ വരയ്ക്കണം. ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. സെമി സർക്കിളിന്റെ അകത്ത് ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരാളുടെ പറയണത്, ഈ സെമി സർക്കിളിന്റെ ഈ ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന്, സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആംഗിൾ വരയ്ക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും എന്തായിരിക്കും വരയ്ക്കുന്നത്? ആരായാലും പറഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഇവിടെ ഒരു ആംഗിൾ അങ്ങ് വരയ്ക്കും. എന്താണ്? സെമി സർക്കിളിന്റെ അകത്ത്. കറക്റ്റ് ആണ്. സെമി സർക്കിളിന്റെ അകത്ത് ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതാണ് ആംഗിളായിട്ട് വരയ്ക്കുന്നത്. നമുക്ക് ഇങ്ങനെ 3 രീതിയിൽ വരയ്ക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ വരച്ചു, സെമി സർക്കിളിന്റെ അകത്ത് നമ്മളൊരു ആംഗിൾ വരച്ചു. അതേപോലെ വേറൊരു ആംഗിൾ വരച്ചു, എല്ലാം എന്ത് ചെയ്ത് നമ്മൾ ഈ സെമി സർക്കിളിന്റെ ഈ സർക്കിളിന്റെ എന്ത് ചെയ്ത് അകത്ത് വെച്ച് നമ്മൾ ആംഗിളുകളെല്ലാം വരച്ചു. ശ്രദ്ധിക്കണം, സർക്കിളിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ദ സർക്കിൾ. ഇൻസൈഡ് ദ സർക്കിൾ എന്ന് സെമി സർക്കിൾ എന്നാണ് ഞാൻ ഫുള്ളോടെ പറയുന്നതേ ഉള്ളൂ. ഇൻസൈഡ് ദ സർക്കിൾ എന്ത് ചെയ്ത് നമ്മൾ കുറച്ച് ആംഗിൾസ് വരച്ച്, ഇങ്ങനെ കുറച്ച് ആംഗിൾസ് വരയ്ക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു സെമി സർക്കിളിന്റെ, ഓക്കെ, സെമി സർക്കിളിന്റെ ഈ ലൈൻ, ഈ ലൈൻ എന്നുള്ള സർക്കിളിന്റെ ലൈനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഈ 2 ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ ആ ഒരു പോയിന്റിലോട്ട് തന്നെ വരച്ച്, ഇത് ഇൻസൈഡ് ദ സർക്കിൾ, ഇത് ഓൺ ദ സർക്കിൾ. ഓൺ ദ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺ ദ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പോയിന്റിൽ തന്നെ വരച്ചു. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഓൺ ദി സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിള് ഇത് ഇൻസൈഡ് ദ സർക്കിൾ, ഇത് ഓൺ ദി സർക്കിൾ. ഇനി അടുത്തൊരു ഇത് കൂടെ ഉണ്ട്. അടുത്തൊരു മൂന്നാമതൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് വെളിയിലോട്ട് ഒരു ആംഗിൾ അങ്ങ് വരച്ച്, ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്ത് സർക്കിളിന് വെളിയിലോട്ട്, ഔട്ട്സൈഡിലോട്ട് എന്ത് ചെയ്ത് ഒരു ആംഗിൾ വരച്ച്. ഇവിടെ 3 തരത്തിൽ നമ്മൾ വരച്ച്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്? ഒന്ന്, സർക്കിളിന് അകത്ത് നിൽക്കുന്നത് ഇൻസൈഡ് ദ സർക്കിൾ എന്ത് ചെയ്ത്, ഇൻസൈഡ് ദ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു ആംഗിൾ വരച്ച്. അതേപോലെ തന്നെ അടുത്തേതാണ് ഓൺ ദി സർക്കിളിൽ എന്ത് ചെയ്ത്, ഓൺ ദി സർക്കിളില്
നമ്മളൊരു ആംഗിൾ വരച്ച്, അതേപോലെ തന്നെ എന്താണ് ഔട്ട്സൈഡ് ദ സർക്കിൾ, സർക്കിളിന് പുറത്ത് ഔട്ട്സൈഡ് ദ സർക്കിൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു ആംഗിൾ വരച്ചു. ഇതിൽ മൂന്നിലും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നിലും ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നിങ്ങൾ വീട്ടില് വെറുതെ ഇപ്പൊ വീട്ടിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഒരു സെമി സർക്കിൾ വരച്ചിട്ട് ഈ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ആംഗിൾ ഇങ്ങോട്ട് വരയ്ക്കണം. ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഒരു ആംഗിൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടോട്ട് വരയ്ക്കണം. ഇങ്ങനെ ഈ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് ഒരു ആംഗിൾ വരച്ചിട്ട് നിങ്ങൾ പ്രൊട്രാക്ടറിൽ ഒന്ന് അളന്ന് നോക്കണം. കിട്ടുന്ന എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ അകത്ത് വരയ്ക്കുന്ന ഇൻസൈഡ് വരയ്ക്കുന്ന സർക്കിൾ ആംഗിൾ നമുക്ക് കിട്ടുന്നത്. ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് സർക്കിളിനകത്ത് വരയ്ക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലായിരിക്കും. 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലായിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഓൺ ദി സർക്കിൾ, സർക്കിളിൽ വരുന്ന ഒരു പോയിന്റ്, സർക്കിളിൽ വന്നിരിക്കുന്ന ഒരു ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിൽ വന്നിരിക്കുന്ന ഒരു ആംഗിൾ എന്നുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിൽ വന്നിരിക്കുന്ന ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ സർക്കിളിന് വെളിയിൽ വരുന്നത് ഔട്ട്സൈഡ് വരുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടും കുറവായിരിക്കും. നിങ്ങളിങ്ങനെ നോക്കാം, നിങ്ങളുടെ ഡൗട്ട് വരും, ഇത് 90 ഡിഗ്രിയായിട്ട് കുറവായി വന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ ആംഗിള് അകത്തോട്ട് വരുന്നതോറും ആംഗിൾ എന്ത് ചെയ്ത് വികസിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടും എന്ത് ചെയ്യും, കൂടുതലായിട്ട് വരുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നും ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി തന്നെ എന്തായി, 90 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ കൂടുതലാണ് വരുന്നത്. അതേപോലെ തന്നെ പുറത്തോട്ട് പോകുന്നതോറും ഈ അതിന്റെ രണ്ട് എന്ത് അടുത്തടുത്താണ് വരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് 90 കാര്യം എന്തായിരിക്കും, കുറവായിരിക്കും വരുന്നത്. അപ്പോഴ് സെമി സർക്കിളിന്റെ ഇൻസൈഡ് വരുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലായിരിക്കും. ഔട്ട്സൈഡ് പോണ സർക്കിൾ എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടിയും കുറവായിരിക്കും. അടുത്ത തന്നെ ഓൺ ദി സർക്കിളിൽ വരുന്ന പോയിന്റ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിൽ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പഠിക്കാനുള്ളത് ഏതായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ 90 ഡിഗ്രിയുടെ കാര്യമാണ്. എന്ന് പറഞ്ഞത് ഒരു സെമി സർക്കിളില് വരുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓൺ ദി സർക്കിൾ എന്നുള്ളത് എന്ത്, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ എന്നാണ് നമുക്ക് എന്ത് വേണ്ടത്. ഓൺ ദി സർക്കിൾ എന്നുള്ളത് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുക ഫസ്റ്റ് തിയറവും അത് തന്നെ. നമ്മളെ ഫസ്റ്റ് തിയറോ ഒന്നും തന്നെ എന്താണ്, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് അല്ലെങ്കിൽ 90 ഡിഗ്രി. ഇതാണ് നമ്മൾ ഫസ്റ്റ് തിയറോ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് അല്ലെങ്കിൽ 90 ഡിഗ്രി. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഈ ഒരു കാര്യമാണ് നമ്മളെ ഫസ്റ്റ് തിയറോ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ പ്രൂഫാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കേണ്ട പ്രൂഫ് എന്ത് തന്നെ, ഇതിന്റെ ഒരു പ്രൂഫ് തന്നെ. മിക്കവാറും എക്സാമിനൊക്കെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതാണ് ഇതിന്റെ പ്രൂഫാണ്. എന്താണ്, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന സെമി സർക്കിളിൽ വന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ ഓൺ ദി സർക്കിളിൽ വന്നിരിക്കുന്ന ഈ ആംഗിൾ എന്തെന്നാണ് തെളിയിക്കേണ്ടത്, ഈ ഒരു ആംഗിള് റൈറ്റ് ആംഗിള് 90 ഡിഗ്രി എന്നാണ്. 90 ഡിഗ്രി എന്നാണ് നമുക്ക് എന്തുണ്ടത് തെളിയിക്കേണ്ടത്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്, ഒരു സെമി സർക്കിളില് ഒരുപാട് ആംഗിൾ വരും, ആംഗിളുകൾ ഓൺ ദി സർക്കിളിൽ വരും. ഒരുപാട് ആംഗിളുകൾ എന്ത് വരും, ഓൺ ദി സർക്കിളിൽ വരും. ഈ ആംഗിളുകൾ എല്ലാം എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ പ്രൂഫിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ പ്രൂഫ് ആദ്യം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു ചെറിയൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം. അത്
ഒരു ട്രയാങ്കിളിന്റെ ഒരു ചെറിയൊരു കാര്യം, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്ന് എന്ത് ചെയ്യണം? ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴ്? ഓക്കെ, ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ടു സൈഡ്സ്, രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ടു സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പൊ ഇവിടെ എ ബി സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ബി സി എന്നുള്ള ട്രയാങ്കിളില് എ ബി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ, എ ബി എന്ന് പറയുന്നതും എ സി എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഈക്വൽ സൈഡ്സ്, ഇതാണ് ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്, ഈ ഒരു ആംഗിള് ഈ ഒരു ആംഗിള്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ് ആയിട്ട് വരുന്നത്. ഈക്വൽ സൈഡ് ആകുമ്പോൾ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ്. അതേപോലെ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഈ ബി ആണ്. ഞാൻ എ ബി എന്നുള്ള ലൈനിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സിയും എ സി എന്നുള്ള ലൈനിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബി. ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം ഈ ഒരു കാര്യം വെച്ച് നമ്മൾ ഇത് തെളിയിക്കാൻ പോകണം. നമ്മള് 10ാം ക്ലാസ്സിലെ ഒരു കാര്യം എന്താണ്? ആംഗിൾസിനെ സെമി സർക്കിൾ ഈസ് റൈറ്റ്, അതാണ് തെളിയിക്കാൻ പോകണം. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ് നമുക്ക് മനസ്സിലാക്കണം. രണ്ട് സൈഡ്സ് അതിന്റെ ഈക്വൽ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭാഗത്തോട്ട് വരാം. ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ ഈ ഒരു ആംഗിള് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ഇമാജിനറി ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. ആ ഇമാജിനറി ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ വലിയ ഒരു ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്ത്, രണ്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത്, ഇത് നമ്മൾ അതിന്റെ സെന്റർ ആണ്. സർക്കിളിന്റെ സെന്റർ നമ്മൾ എപ്പോഴും എന്താണ്? O എന്ന് തന്നെ കൊടുക്കണം. എപ്പോഴും നമ്മൾ O എന്ന് തന്നെ കൊടുക്കണം. ഈ ഒരു സൈഡ് നമ്മൾ എ, ഇത് ബി, ഇത് സി. എ ബി സി എന്നുള്ള മൂന്ന് ആംഗിളുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി സി എന്നുള്ള മൂന്ന് വലിയ സൈഡ്, അത് വലിയ ട്രയാങ്കിളിന്റെ അതാണ്. നോക്കണം, ഈ ചെറിയ രണ്ട് ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾസ് ഉണ്ട്. എന്താണ്? ചെറുത് രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്നുള്ളത് AOC, ട്രയാങ്കിൾ AOC. നോക്കിയ ട്രയാങ്കിൾ AOC ഏതാണെന്ന്? ട്രയാങ്കിൾ AOC. ഇതാണ് നമ്മൾ എന്തെന്ന്? ഒരു ട്രയാങ്കിൾ AOC. ശ്രദ്ധിച്ചു നോക്കണം. എല്ലാവരും ഒരു ബുക്കിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ ബുക്കിൽ വരച്ചു കൂടെ നോക്കണം. AOC എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഈ AO is equal to OC ആയിരിക്കും. AO is equal to OC ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെഴുതാം. OA is equal to എന്തായിരിക്കും? OC ആയിരിക്കും. അതിനുള്ള കാരണം എന്താണ്? OA is equal to OC ആവുള്ള കാരണം എന്താണ്? നോക്ക്, OA എന്നുള്ളത് ഇതിന്റെ സെന്ററിൽ നിന്ന്, സർക്കിളിന്റെ ഒരു വശത്തേക്കുള്ള ലൈനാണ്. ഇത് അതിന്റെ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അതേപോലെ ഇത് റേഡിയസ് എങ്കിൽ ഇതും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? അതിന്റെ റേഡിയസ് ആയിരിക്കും. എന്നുകൊണ്ട് പറഞ്ഞാൽ ഈ OA എന്നുള്ളതും OC എന്നുള്ളതും എന്താണ്? റേഡിയസ് ആണ്. അതുകൊണ്ട് OA എന്നുള്ളതും OC എന്നുള്ളതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്ത്? റേഡിയൈ. ഓക്കെ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവുമ്പോൾ നമുക്ക് എന്തും കൂടെ ഈക്വൽ ആവും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവുമ്പോൾ ഈ ഓപ്പോസിറ്റ് വരുന്ന ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരും. എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരും? എക്സ് തന്നെ വരും. കാരണം എന്താണ്?
OA is equal to OC ആണ്, കാരണം റേഡിയസ് ആണ്. OA is equal to OC അതിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെ OA is equal to OC റേഡിയസ് ആയതുകൊണ്ട് അതിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തുകൊണ്ട് ഇവിടെ എക്സ് എടുത്തുകൊണ്ട് എന്ത് തന്നെ കിട്ടും? അതുകൊണ്ട് ഇവിടെ എക്സ് എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OAC. ശ്രദ്ധിച്ചോ, ഇവിടെ OAC ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OCA ആംഗിൾ OAC ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OCA ഈസ് ഈക്വൽ ടു നമ്മുടെ അടുത്ത് എന്താണ്? എക്സ്. OA ഈസ് ഈക്വൽ ടു OAC ഈസ് ഈക്വൽ ടു OCA ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണ്? ഇത് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാം? ഐസോസിലസ് ട്രയാങ്കിൾ. അതിന്റെ സൈഡിലോട്ട് നമുക്ക് എന്ത് എഴുതാം? ഐസോസിലസ് ട്രയാങ്കിൾ. നമ്മള് എക്സാമിനൊക്കെ എഴുതാനായിട്ട് എല്ലാം ഇങ്ങനെ ഒരു വരിയിൽ തന്നെ എഴുതണം കേട്ടോ. എല്ലാം ഇങ്ങനെ വരിയിൽ എഴുതിയിട്ട് ഇതിന്റെ ബ്രാക്കറ്റ് എല്ലാം ഒരു ഭംഗിക്ക് ബ്രാക്കറ്റ് തന്നെ എന്ത് ചെയ്യണം? അതിന്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ OC നമ്മൾ ഇവിടെ എഴുതണമെങ്കിൽ ഇപ്പുറത്തെ തന്നെ ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? റേഡിയസ് എന്ന് എഴുതണം. അതിനകത്ത് ഈ ഇതിപ്പോ OAC ഈസ് ഈക്വൽ ടു OAC ഈസ് ഈക്വൽ ടു OCA ഈസ് ഈക്വൽ ടു X ഈസ് ഈക്വൽ ടു ഐസോസിലസ് ട്രയാങ്കിൾ. അതും ഇങ്ങനെ എന്ത് ചെയ്യണം? ഒരു ഭംഗിക്ക് ഇപ്പുറത്തോട്ട് ഇങ്ങനെ തന്നെ എഴുതി പോകണം. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് നമ്മൾ എടുത്തത് ട്രയാങ്കിൾ AOC എന്നുള്ള ഈ ഒരു ട്രയാങ്കിളിന്റെ കാര്യമാണ് എടുത്തത്. അതേപോലെ തന്നെ ട്രയാങ്കിൾ OBC എന്നുള്ള വേറൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്. ട്രയാങ്കിൾ OBC എന്നുള്ള ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്. ആ OBC എന്നുള്ള ട്രയാങ്കിൾ എടുക്കുമ്പോഴും ഇതേ ട്രയാങ്കിൾ പറഞ്ഞതുപോലെ OB is equal to OC ആയിരിക്കും. ശ്രദ്ധിക്കണം, OB is equal to എന്തായിരിക്കും? OC ആയിരിക്കും. OB is equal to OC ആയിരിക്കും. കാരണം എന്താണ്? OB എന്നുള്ളത് അതിന്റെ എന്താണ്? റേഡിയസ് ആണ്. അതിനൊക്കെ OC എന്നുള്ളതും അതിന്റെ എന്ത് തന്നെ? റേഡിയസ് തന്നെ. അതുകൊണ്ട് OB is equal to നമുക്ക് എന്തെന്ന് പറയാം? OC എന്ന് പറയാം. OB is equal to OC എന്ന് പറയാം. OB is equal to OC എന്ന് പറയാം. കാരണം എന്താണ്? റേഡിയസ്. റേഡിയസ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡ്സിനും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളും അതേപോലെ ഈ ഒരു ആംഗിളും, ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ OBC is equal to angle OBC is equal to angle OBC is equal to angle OCA. Sorry, angle OBC is equal to angle OCB. OCB is equal to നമുക്ക് ഇവിടെ നമ്മൾ എക്സ് എടുത്ത് ഇവിടെ ഒരു എക്സ് എടുത്ത് ഇവിടെ ഒരു എക്സ് എടുത്ത് അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഒരു വൈ ഇവിടെ എടുത്ത് ഇവിടെ വൈ എടുത്താൽ ഇവിടെ എന്ത് തന്നെ വരും? വൈ തന്നെ വരും. ഇവിടെ എക്സ് എടുത്തപ്പോൾ ഇവിടെ എക്സ് വന്നു. കാരണം എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതേപോലെ ഇവിടെ വൈ എടുത്തപ്പോൾ ഇവിടെ എന്ത് തന്നെ വന്ന്? വൈ തന്നെ വന്നു. കാരണം എന്താണ്? അതും ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആവാനുള്ള കാരണം എന്താണ്? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്തായി? ഐസോസിലസ് ആയി. അതുകൊണ്ട് ഈ ആംഗിൾസും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. അത് നമ്മൾ വൈ എന്ന് അതിന്റെ ബ്രാക്കറ്റ് കാര്യം തന്നെ ഐസോസിലസ് ട്രയാങ്കിൾ തന്നെ അതിന്റെ ഉള്ള കാര്യം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിലെ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഏതാണ് വലിയ ട്രയാങ്കിൾ എന്നുള്ളത്? ABC. ABC എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 180 കിട്ടും. 180 ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ്
ആംഗിൾ സി ഇസ് ഈക്വൽ ടു 30 180 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ആംഗിൾ എ. ആംഗിൾ എക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് ഓക്കെ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ ബി. ആംഗിൾ ബിക്ക് വരെ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? വൈ. ആംഗിൾ ബിക്ക് വരെ വൈ പ്ലസ് ആംഗിൾ സി. ആംഗിൾ സി ആണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത്. ആംഗിൾ സി ആണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ആംഗിൾ സി ആണ്. കാരണം എന്താണ്? ആംഗിൾ സി ആണ് ഓൺ ദ സർക്കിൾ വന്നിരിക്കുന്നത്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഈ ആംഗിൾ സി എന്നുള്ള ആംഗിൾ എന്താണെന്നാണ് തെളിയിക്കേണ്ടത്? റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. ഫസ്റ്റ് തിയറം നമുക്ക് അതാണ്. എന്താണ് ഈ ആംഗിൾ സി എന്നുള്ളത് നമുക്ക് എന്തെന്ന് തെളിയിക്കണം? റൈറ്റ് ആംഗിൾ ആണെന്ന് തെളിയിക്കണം. ആംഗിൾ സി എന്നുള്ളത് റൈറ്റ് ആംഗിൾ ആണെന്ന് തെളിയിക്കണം. അതുകൊണ്ട് ആംഗിൾ സി എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആംഗിൾ സി എന്നുള്ളത് നോക്കേണ്ടത് ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ എക്സ് പ്ലസ് വൈ. അപ്പം ആംഗിൾ സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളുകൾ ചേരുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ആംഗിൾ സി കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ സിക്ക് വരും. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180. നമ്മൾ ഇവിടെ വെറുതെ എക്സ് വൈ. അപ്പൊ വെറുതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 1x പ്ലസ് 1y പ്ലസ് 1x പ്ലസ് 1y. 1x പ്ലസ് 1x എന്നത് ഏത് കിട്ടും? 2x പ്ലസ് 1y പ്ലസ് 1y. 1y പ്ലസ് 1y എന്നുള്ളത് കിട്ടും 2y. 2y is equal to 180. നോക്ക്, ഇതിൽ രണ്ടില് കോമൺ ആയിട്ട് ഏതുണ്ട്? 2x പ്ലസ് 2y is equal to 180. ഈ വരുന്നതിൽ കോമൺ ആയിട്ട് ഏതുണ്ട്? ഒരു 2 ഉണ്ട്. ഇപ്പോഴെന്ത് ചെയ്ത് നമ്മൾ ആ 2 ഇന്ന് കോമൺ ആയിട്ട് എടുത്തു. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 180. നോക്ക്, ഇതിനെല്ലാം ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 2 സമത്രമായിട്ട് ഈക്വൽ ടു 90. എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ സി. ആംഗിൾ സി എന്നുള്ളത് ഏതാണ്? ആ ആംഗിൾ സി. ഈ ആംഗിൾ സി എവിടെയാണ് വന്നിരിക്കുന്നത്? ഓൺ ദ സർക്കിൾ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമൊക്കെ കറക്റ്റ് ആയില്ലേ? എന്താണ്? സെമി സർക്കിളില് ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. സെമി സർക്കിളില് ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. അത് എവിടെ വരുന്ന ആംഗിൾ? ഓൺ ദി സർക്കിൾ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് ഇവിടെ ആയാലും എവിടെ ആയാലും എന്ത് തന്നെ 90 ഡിഗ്രി ആയിരിക്കും. എന്നോട് നോക്കണേ, നമ്മൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഒരു ട്രയാങ്കിൾ, ഒരു സെമി സർക്കിൾ വരച്ച് ആ സെമി സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അതിന് ഒരു ആംഗിൾ വരച്ച് ഒരു ട്രയാങ്കിൾ അങ്ങോട്ട്, ട്രയാങ്കിൾ എന്നാ പറയാം, ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് എയിൽ നിന്നും ഡിയിൽ നിന്നും എയിൽ ഡി എന്നതിന്റെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്, ആ രണ്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സെമി സർക്കിളിന്റെ അകത്ത് ആംഗിൾ വരയ്ക്കുമ്പോൾ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് പോയിരിക്കുന്ന വര മാത്രമേ ശ്രദ്ധിക്കാവൂ. വേറെ എവിടെ നിന്ന് ഒരു ആംഗിൾ പോയാലും ശ്രദ്ധിക്കരുത്. ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് പോയിരിക്കുന്ന വരകൾ തമ്മിൽ കൂടിച്ചേരുന്നത് എവിടെയാണ്? ഓൺ ദ സർക്കിളിലാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. ഈ ഓൺ ദ സർക്കിളിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഈ ഒരു ഭാഗം റൈറ്റ് ആംഗിൾ എന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ആംഗിൾ സിയിൽ നിന്ന് നമുക്ക് തെളിയിക്കേണ്ട ആംഗിളിന്റെ അവിടെ നിന്ന് നമ്മളൊരു ഇമാജിനറി ലൈൻ എന്ത് ചെയ്ത് ഈ സർക്കിളിന്റെ സെന്ററിലോട്ട് ഒന്ന് വരയ്ക്കും. അപ്പോഴിത് രണ്ട് ട്രയാങ്കിൾസ് ആവും, 2 ട്രയാങ്കിൾസ് കിട്ടും. 2 ട്രയാങ്കിൾസ് കിട്ടുമ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആംഗിൾ AOC എന്നുള്ള ഒരു ട്രയാങ്കിളും അതേപോലെ തന്നെ അടുത്തൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ OBC എന്നുള്ള വേറൊരു ട്രയാങ്കിളും, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. AOC എന്നുള്ള ട്രയാങ്കിളും അതേപോലെ തന്നെ OBC എന്നുള്ള രണ്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഈ രണ്ട് ട്രയാങ്കിൾ കിട്ടുമ്പോഴും ആംഗിൾ OA is equal to OC ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആവാനുള്ള കാരണം എന്താണ്?
ഇത് രണ്ടും അതിന്റെ എന്താണ്? റേഡിയസ് ആണ്. ഇത് രണ്ടും അതിന്റെ റേഡിയസ് ആയതുകൊണ്ട് ഇതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ എ ഒ സി എന്നുള്ള ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ ഒ സി എ എന്നുള്ള ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സ് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ എക്സ് കൊടുത്താൽ ഇവിടെ എന്ത് തന്നെ കിട്ടും? എക്സ് തന്നെ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തത് ഏതാണ്? ഒ ബി സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഒ ബി സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒ ബി എന്നുള്ള ലൈനും അത് കണക്ക് തന്നെ ഒ സി എന്നുള്ള ലൈനും അത് കണക്ക് തന്നെ ഒ സി എന്നുള്ള ലൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒ ബി എന്നുള്ള ലൈനും ഒ സി എന്നുള്ള ലൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? അതും അതിന്റെ എന്ത് തന്നെ? റേഡിയസ് തന്നെ. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മളിവിടെ വൈ എന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് ഇവിടെ വൈ തന്നെ കിട്ടി. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഏറ്റവും വലിയ ട്രയാങ്കിൾ എടുത്ത് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്ത് ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എവിടെ നടക്കുന്നത്? ഈ ഓൺ ദ സർക്കിളിലാണ് ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ നടക്കുന്നത്. ഈ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്തിട്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ആ ആംഗിളുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. 180 കിട്ടും. ആംഗിൾ എ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ എ എന്നുള്ളത് ഏതാണ്? എക്സ് പ്ലസ് ആംഗിൾ ബി എന്നുള്ളത് ഏതാണ്? വൈ പ്ലസ് ആംഗിൾ സി എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ ഏതാണ്? ഈ രണ്ട് ആംഗിളുകൾ നമ്മൾ ചേർന്നത് ആംഗിൾ സി എന്നുള്ളത് ഏതാണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്നുള്ളത് എക്സ്, ആംഗിൾ ബി എന്നുള്ള വൈ, ആംഗിൾ സി എന്നുള്ളത് എക്സ് പ്ലസ് വൈ, ആംഗിൾ സി എന്നുള്ളത് എക്സ് പ്ലസ് വൈ. അങ്ങനെ എക്സ് പ്ലസ് വൈ വരാനുള്ള കാരണം എന്താണ്? ഈ രണ്ട് ആംഗിൾ നമ്മൾ ആഡ് ചെയ്താണ് ഏത്? ഈ ഒരു വലിയ ആംഗിൾ എന്ന് പറയുന്നത്. നോക്കട്ടെ, 1x പ്ലസ് 1x എന്നുള്ളത് 2x, 1y പ്ലസ് 1y എന്നുള്ളത് 2y ഈസ് ഈക്വൽ ടു 180. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതുണ്ട്? ഒരു 2 കോമൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഏത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180. ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180. ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്നത് ഈ 2 ഇൻറ്റു ചെയ്തേക്കുന്നത് ഇതിനപ്പുറത്തുനിന്ന് വന്ന് ഇത് ഡിവൈഡ് ചെയ്ത് 180 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 90 കിട്ടി. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഏതെന്ന് കിട്ടും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. റൈറ്റ് ആംഗിൾ നോക്കണം. എക്സ് പ്ലസ് വൈ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ ഈ ആംഗിളാണ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിൽ വന്നിരിക്കുന്ന ഒരു ആംഗിളാണ്. ഓൺ ദ സർക്കിളിൽ വന്നിരിക്കുന്ന സെമി സർക്കിളിൽ ഓൺ ദ സർക്കിളിലാണ് ആംഗിൾ വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇതാണ് നമ്മളെ പ്രൂഫ്, ഫസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. എന്തിന്റെ പ്രൂഫ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ളതിന്റെ പ്രൂഫാണ്. എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് വീട്ടിൽ നിന്ന് എഴുതിയൊക്കെ എടുത്ത് നോക്കണം. അപ്പോൾ എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എഴുതിയെടുത്ത് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി. ഇനി അടുത്തത് നിങ്ങൾ ഇന്നൊന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരച്ചിട്ട് അതിനെ ഡയമീറ്റർ വെച്ച് നിങ്ങളൊന്ന് മുറിക്കണം. ഡയമീറ്റർ വെച്ച് മുറിച്ച് കറക്റ്റ് ഡയമീറ്റർ തന്നെ എടുക്കണം. ഡയമീറ്റർ എടുത്ത് അതിന്റെ സെന്ററിൽ കൂടെ എന്ത് ചെയ്യണം? രണ്ട് സെമി സർക്കിൾ ആകണം. സ്കെയിൽ വെച്ച് വെറുതെ 2 വര, ഒന്നും അളക്കൊന്നും വേണ്ട. സ്കെയിൽ വെച്ച് 2 വര എന്ത് ചെയ്യണം? ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കണം. സ്കെയിൽ വെച്ച് 2 വര ഇങ്ങോട്ട് വരച്ചിട്ട് എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കണം. ഇതെന്ത് 90 ഡിഗ്രി കിട്ടുമോ? അതേപോലെ ഈ ഒരു ലൈൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ടും കൂടെ വരയ്ക്കണം. നോക്കണം ഇവിടെ 90 ഡിഗ്രി കിട്ടുമോ നോക്കണം. അതേപോലെ ഇവിടെ കൂടെ ഒന്ന് വരച്ച് നോക്കണം. ഇതും 90 ഡിഗ്രി കിട്ടുമോ നോക്കണം. ഇത് പ്രൊട്രാക്ടർ വെച്ച് തന്നെ അളന്ന് നോക്കണം. നിങ്ങളെല്ലാം നമ്മളിപ്പോൾ പഠിച്ച പ്രൂഫിന്റെ രീതിയിൽ നോക്കണ്ട. എന്ന് പറഞ്ഞാൽ എല്ലാം എന്തായിരിക്കും കിട്ടുന്നത്?
90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഒരു സെമി സർക്കിളിൽ ഓൺ ദ സർക്കിളിൽ എവിടെ ഒരു ആംഗിൾ വന്നാലും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. പ്രൂഫ് നമ്മൾ നേരത്തെ പഠിച്ച് x + y = 90 പഠിച്ചില്ലേ, അത് പ്രൂഫ് അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ വെച്ച് എന്ത് ചെയ്യണം, ആളെ നമുക്ക് നോക്കണം. അതിനുശേഷം അടുത്തൊരു ലൈൻ വരച്ചിട്ട് അടുത്തൊരു സർക്കിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡയമീറ്റർ കൊണ്ട് മുറിച്ചിട്ട് ഇൻസൈഡ് ദ സർക്കിൾ എന്ത് ചെയ്യണം, ഒരു ആംഗിൾ വരയ്ക്കണം. ഇൻസൈഡ് ദ സർക്കിൾ ഒരു ആംഗിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, അതും പ്രൊട്രാക്ടർ വെച്ച് അളന്ന് നോക്കണം. അപ്പോഴും മനസ്സിലാവുന്നത് അത് 90 ഡിഗ്രിയെക്കാട്ടിയും ഹയർ ആയിട്ട് നിൽക്കുന്നത് കാണാം. ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ 19 സംതിങ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് 90 കൂടുതലായി. അപ്പം അത് ഒന്നൊന്നും അല്ല, ഒരു 2 ഇങ്ങനെ അവിടെ എവിടെ വരച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ സെമി സർക്കിളിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഇൻസൈഡിലാണ് ഒരു ആംഗിൾ വരുന്നതെങ്കിൽ എന്തായിരിക്കും, അത് 90 ഡിഗ്രിയെക്കാട്ടി എന്തായിരിക്കും, കൂടുതലായിരിക്കും. 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലായിരിക്കും. ഇനി ഔട്ട്സൈഡ് ദ സർക്കിൾ ഡയമീറ്റർ നമ്മൾ ഇതേ ലൈനിൽ കൂടുക നീട്ടി നോക്ക്. ഈ ഒരു ആംഗിൾ എന്നുള്ളത് എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടി കുറവായിരിക്കും. ഓക്കെയാണ്. ഇവിടെ ആകുമ്പോൾ ഈ രണ്ട് അഗ്രങ്ങൾ തന്നെ ചേർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചേർന്ന് വരികയാണ്. അപ്പം 90 ഡിഗ്രിയെക്കാട്ടി എന്തായിരിക്കും, കുറവായിരിക്കും. ഇങ്ങനെ വരും തോറും ഇങ്ങനെ വലുതായി വന്ന് ഈ ഓൺ ദി സർക്കിൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. ഓൺ ദി സർക്കിൾ നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഓൺ ദി സർക്കിൾ എന്ന് തന്നെ എഴുതണം. ഓൺ ദി സർക്കിളിൽ വരുന്ന സമയമാകുമ്പോൾ എന്താവും, അത് 90 ഡിഗ്രി ആവും. ആ ഓൺ ദി സർക്കിൾ കഴിഞ്ഞ് അകത്തോട്ട് ഒരു ആ ലൈനിന്റെ അകത്ത് ആ പോയിന്റ് കടന്ന് കയറി കഴിഞ്ഞാൽ എന്തായി, ഇൻസൈഡ് ദ സർക്കിളായി. ഇൻസൈഡ് ദ സർക്കിൾ ആയി കഴിഞ്ഞാൽ ഇത് എന്തായി, 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലായി. ഓക്കെ. ഇത് ഈ ഒരു കാര്യം പ്രൂഫ് നിങ്ങളൊന്ന് എഴുതി നോക്കണം. പ്രൂഫ് എഴുതി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് വരയ്ക്കണം. ഇത് വരച്ചിട്ട് എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ കൊണ്ട് അളന്ന് നോക്കണം. നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ പ്രൂഫ് മാത്രം പഠിച്ചിട്ട് പ്രൂഫാണ് വേണ്ടതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വരച്ച് നോക്കിക്കൂടെ ഒന്ന് നോക്കണം 90 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ സംശയം കൂടെ മാറും. എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിളിൽ ഓൺ ദി സർക്കിളിൽ എവിടെ ഒരു ആംഗിൾ വന്നാലും നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്, റൈറ്റ് ആംഗിൾ ആയിട്ടാണ് കിട്ടുന്നത്. ഓൺ ദി സർക്കിളിൽ നമ്മൾ എവിടെ വരച്ചാലും എന്താണ് കിട്ടുന്നത്, റൈറ്റ് ആംഗിളാണ് കിട്ടുന്നത്. അത് കണക്ക് ഔട്ട്സൈഡ് ദ സർക്കിൾ വെളിയിലാണ് ഒരു ആംഗിൾ വരയ്ക്കുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടിയും ലെസ് ആയിരിക്കും, കുറവായിരിക്കും. അതിനൊക്കെ തന്നെ സർക്കിളിന്റെ ഇൻസൈഡ് അകത്താണ് വരയ്ക്കുന്നതെങ്കിൽ എന്തായിരിക്കും, 90 ഡിഗ്രിയെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ. 90 ഡിഗ്രി കൂടുതൽ പറഞ്ഞാൽ ഒരു 90 പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും, അത് കൂടുതലായിരിക്കും വരുന്നത്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിലാണ് പഠിച്ചത്. സർക്കിൾ തന്നെ എ ബി എന്നുള്ളൊരു ആർക്ക് ഞാൻ നിങ്ങളുടെ പറയണം. എ ബി എന്നുള്ളൊരു ആർക്ക് ഇതിൽ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പേരുകളായിരിക്കുന്ന ക്ലാസ്സിൽ അമ്മ ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഒരു ആർക്കുണ്ട്. എല്ലാവരും ചോദിച്ചു എ ബി എന്നുള്ളൊരു ആർക്ക് നിങ്ങളുടെ പറയാൻ പറഞ്ഞു. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചു വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എ ബി എന്നുള്ളൊരു ആർക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആർക്ക് എ ബി എന്നുള്ളൊരു ആർക്ക്, ഈ എ ബി എന്നുള്ള താഴത്തെ ആർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവരെല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, പറയണമെന്നില്ല. കുറേ പേരെന്ത് ചെയ്യും, എ ബി എന്നുള്ള മുകളിലത്തെ ആർക്ക് പറയും, കുറേ പേരെന്ത് പറയും, എ ബി എന്നുള്ള താഴത്തെ ആർക്ക് പറയും. രണ്ട് രീതിയിൽ പറയും. എ ബി എന്നുള്ള മുകളിലത്തെ ആർക്ക് ഒരുപാട് പേര് പറയും, അതുപോലെ തന്നെ എ ബി എന്നുള്ള താഴത്തെ ആർക്ക് ഒരുപാട് പേര് പറയും. നമ്മൾ 10ല് 2ല് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. സർക്കിളിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. എക്സാമിന് മെയിനായിട്ട് എന്തായാലും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതെന്ന് പറയും. അതും ഈസി ആയിട്ട് നമുക്ക് എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇത് എ ബി എന്നുള്ളൊരു ആർക്ക് 2 ആർക്കുണ്ട്. എ ബി എന്നുള്ളൊരു മുകളിലൊരു ആർക്കുണ്ട്, എ ബി എന്നുള്ളൊരു താഴെ ഒരു ആർക്കുണ്ട്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സി എന്നുള്ളൊരു പോയിന്റ് കൊടുത്തെന്ന് വെച്ചു. സി എന്നുള്ളൊരു പോയിന്റ് നമ്മൾ കൊടുത്തു. ഈ സി എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിൽ നമ്മൾ ഒരു ഡോട്ട് പോലും കാണിക്കില്ല. ശ്രദ്ധിക്കണം. ഇത് രണ്ടും എന്തുണ്ട്, സർക്കിളിൽ ഡോട്ട് കാണിച്ചിട്ടുണ്ട്. സർക്കിളിൽ
ഡോട്ട് കാണിച്ചിട്ടുണ്ട്. ഇതെന്ത് സർക്കിളിൽ ഡോട്ട് കാണിച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് പറയാൻ നേരത്ത് രണ്ട്, ഇപ്പം നമുക്ക് ഈസി ആയിട്ട് രണ്ട് ആർക്ക് പറയാം. ഏതൊക്കെയാണ്? ഒന്ന് എ ബി എന്നുള്ളൊരു ആർക്കും, എ ബി എന്നുള്ളൊരു ആർക്കും, അത് കണക്ക് തന്നെ എ സി ബി എന്നുള്ളൊരു ആർക്കും, എ ബി എന്നുള്ളൊരു ആർക്കും, അത് കണക്ക് തന്നെ എ സി ബി എന്നുള്ളൊരു രണ്ടൊരു ആർക്കും. ഇനി നമ്മൾ ധൈര്യമായിട്ട് പറയാം. എ ബി എന്നുള്ളൊരു ആർക്ക് പറയാൻ പറഞ്ഞാൽ എല്ലാവരും ഏതാ പറയും? എ ബി എന്നുള്ളൊരു ഈ ഒരു ആർക്ക് മാത്രമേ മുണ്ട പറയൂ. കാരണം അത് മാത്രമേ എ ബി എന്നുള്ള ആർക്കായിട്ടുള്ളൂ. എ സി ബി എന്നുള്ള ആർക്ക് പറയാൻ പറഞ്ഞാൽ ഏത് പറയും? എ സി ബി എന്നുള്ള ആർക്ക് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തില്ല മോളിൽ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? മോളിൽ സി എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. അപ്പൊ താഴെയുള്ളത് എ സി ബി. ഇതാണ് ഏതെന്ന് പറയുന്നത് എ സി ബി എന്നുള്ളൊരു ആർക്ക്. ഈ താഴത്താണ് എ സി ബി എന്നുള്ളൊരു ആർക്ക്. എ സി ബി എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഈ പോയിന്റ് പറയാനുള്ള, ഇവിടെ പോയിന്റ് കൊടുക്കില്ലെന്ന് പറയാനുള്ള കാരണം ഇവിടെ ഒരു പോയിന്റ് നമ്മൾ അതായിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സാമിന് അങ്ങനെ നോക്കണം. എക്സാമിന് പോയിന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ആർക്കായിരിക്കും. തടി അപ്പൊ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. പോയിന്റ് ഉണ്ടെങ്കിൽ അത് വേറൊരു ആർക്കായിരിക്കും. ഈ ഡി ആകുമ്പോൾ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. നമ്മളുടെ എ സി എ ഡി എന്നുള്ളൊരു ആർക്ക് പറയാൻ പറഞ്ഞു. നമുക്ക് എഴുതാൻ പറഞ്ഞു. നമുക്ക് എഴുതാൻ പറ്റൂല. കാരണം എന്താണ്? ഇത് ഇതിലെ പോയിന്റ് ഉണ്ട്, ഇത് പോയിന്റ് ഇല്ല. ഇത് സി ഡി ബി എന്നുള്ളൊരു ആർക്കാണ്. സി ഡി ബി എന്നുള്ളൊരു ആർക്കാണ്. ഇത് എ സി എന്നുള്ളൊരു ആർക്കാണ്. അതേപോലെ ഇതെന്നുള്ളത് എന്താണ്? എ ബി എന്നുള്ളൊരു ആർക്കാണ്. അതെ, ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോ നമ്മൾ ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു കാര്യം മാത്രം മതി. എ ബി എന്നുള്ളൊരു ആർക്ക് എടുക്കാൻ നേരത്ത് നമ്മൾ ഇവിടെ ഒരു പേരും കൂടെ കൊടുത്ത് സി. അപ്പൊ രണ്ട് ആർക്ക് കിട്ടി. ഏതൊക്കെയാണ്? എ സി ബി എന്നുള്ളൊരു ആർക്കും അതേപോലെ തന്നെ എ ബി എന്നുള്ള വേറൊരു ആർക്ക്. അപ്പം ഇതടുത്ത അടുത്ത രണ്ടാമത്തെ നമ്മളെ തിയറുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ തിയർ എന്താണ് നമ്മൾ പഠിച്ചത്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറയുമ്പോൾ സെമി സർക്കിളിൽ വരുന്ന ഒരു ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആയിരിക്കും. എവിടെ വരണം? ഓൺ ദ സർക്കിളിൽ വരണം. പിന്നെ ഇൻസൈഡ് സർക്കിൾ ഉണ്ട്, ഔട്ട് സൈഡ് സർക്കിൾ ഉണ്ട്. ഇൻസൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? 90 ഡിഗ്രി കൂടുതലായിരിക്കും. ഔട്ട് സൈഡ് ആണെങ്കിൽ 90 ഡിഗ്രി കുറവായിരിക്കും. അടുത്ത ആർക്കിന്റെ അതിൽ വരുമ്പോൾ എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്, ആർക്കിൽ നിന്ന് ഒരു ആംഗിൾ വരയ്ക്കാൻ പറയും. ആർക്കിൽ നിന്ന് ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് നമ്മളിപ്പോ വരയ്ക്കാൻ പോകുന്നത് എ ബി എന്നുള്ള ആർക്കിന്റെ ഒരു സെൻട്രൽ ആംഗിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. സെൻട്രൽ ആംഗിൾ തന്നെ പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. എ ബി എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. എ ബി എന്നുള്ള ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എ ബി എന്നുള്ള ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എ എന്നും ബി എന്നും പറയുന്ന ഈ ആർക്കിന്റെ എ എന്നും ബി എന്നും പറയുന്ന ഈ ആർക്കിന്റെ ടു എൻഡ് പോയിന്റ്സ് രണ്ട് എൻഡ് പോയിന്റിൽ നിന്നും ഒന്നുമില്ല വെറുതെ അതിന്റെ സെന്ററിലോട്ട് രണ്ട് വരയും കൊണ്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോഴേ എ ബി എന്നുള്ള ഒരു ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, എന്ത് ചെയ്യണം? അതിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന്, ഡയമീറ്ററിന്റെ അല്ല ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? അതിന്റെ സെന്ററിലോട്ട് രണ്ട് വര വരച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. എന്തിന്റെ സെൻട്രൽ ആംഗിൾ? എ ബി എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. എ ബി എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. ഇനി നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ ഒരു വേറൊരു ആർക്കും കൂടെ പഠിക്കും, ഓൾട്ടർനേറ്റ് ആർക്ക്. ഓൾട്ടർനേറ്റ് ആർക്ക് അത് ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. നമ്മൾ എ ബി എന്നുള്ള ആർക്കിനാണ് ഒരു സെൻട്രൽ ആംഗിൾ വരച്ചത്. എ ബി എന്നുള്ള ആർക്കിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു സെൻട്രൽ ആംഗിൾ വരച്ചത്. എ ബി എന്നുള്ള ഒരു ആർക്കിന് നമ്മൾ സെൻട്രൽ ആംഗിൾ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ളതായിരിക്കും. ഈ എ സി ബി ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ഓൾട്ടർനേറ്റ് ആർക്കായിട്ട് വരുന്നത് എന്ന് പറയുന്നത്. എ ബി എന്നുള്ള ആർക്കിന്റെ
AB എന്നുള്ള ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നുള്ളത് ACB ആയിരിക്കും. AB എന്നുള്ള ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നുള്ളത് എന്തായിരിക്കും? ACB ആയിരിക്കും. ഓക്കെ, AB എന്നുള്ള ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നുള്ളത് ഏതായിരിക്കും? ACB ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചത് AB എന്നുള്ള ആർക്കിന്റെ ഒരു സെൻട്രൽ ആംഗിൾ വരച്ച്, AB എന്നുള്ള ഒരു ആർക്കിന്റെ ഒരു സെൻട്രൽ ആംഗിൾ വരച്ച്. ഇനി നമ്മളുടെ പറയുന്നത് AB എന്നുള്ള ഒരു ആർക്കിന് ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ വരയ്ക്കാൻ പറയും. AB എന്നുള്ള ആർക്കിന് ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ വരയ്ക്കാൻ പറയും. വേറെ അധികമായിട്ടൊന്നും പഠിക്കില്ല, ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. AB എന്നുള്ള ഒരു ആർക്ക്, ആ AB എന്നുള്ള ഒരു ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ വേണം. AB എന്നുള്ള ഒരു ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ വേണം. AB എന്നുള്ള ഒരു ആർക്കിന് സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ആ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? രണ്ട് വരകൾ വരച്ച് അതിന്റെ സെൻട്രലിലോട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? അതിന്റെ ഒരു സെൻട്രൽ ആംഗിൾ കിട്ടും. അതേ കണക്ക് തന്നെ AB എന്നുള്ള ഒരു ആർക്കിന് ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ AB എന്നുള്ള ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന്, AB എന്നുള്ള ഒരു ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലോട്ട് ഒരു ആംഗിൾ വരച്ചാൽ മതി. അതിനാണ് എന്ത് പറയുന്നത്? ഓൾട്ടർനേറ്റ് ആംഗിൾ. AB എന്നുള്ള ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്നുള്ളത് ഏതാണ്? ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ഒരു ആംഗിൾ വരച്ചു കൊടുത്താൽ മതി. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾ ഇവിടെ അല്ല, എവിടെ വേണോ വരയ്ക്കാം. സെൻട്രൽ ആംഗിൾ ഒന്നേ വരയ്ക്കത്തുള്ളൂ. ശ്രദ്ധിച്ചോളാം, ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ട് ഒരു ആർക്കിന് ഒരു സെൻട്രൽ ആംഗിളെ വരയ്ക്കത്തുള്ളൂ. വേറെ ഒന്നും വരയ്ക്കില്ല. ഒരു ആർക്കിന് ഒരു സെൻട്രൽ ആംഗിളെ വരയ്ക്കുന്നത്. ഓൾട്ടർനേറ്റ് ആർക്കിന് ഒരുപാട് വരയ്ക്കും. ഓൾട്ടർനേറ്റ് ആർക്ക് ഇങ്ങനെ പോയാലും ഓൾട്ടർനേറ്റ് ആർക്കാണ്. ഈ ഒരു സംശയം വരരുത്. ഇതിനെ മണ്ടേ കൂടെ പോയെന്നൊന്നും പറയരുത്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ വന്നാലും മതി. ഇവിടെ എയും ബി അതിന്റെ സെൻട്രലിലോട്ട് വന്നു. നമുക്ക് വേണ്ടത് അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇതൊരു ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇനി അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ആയാലും മതി. ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ വരച്ചാലും എന്താണ് വരുന്നത്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോഴ് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളുമായി അതിനെ തന്നെ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആംഗിളുമായി. ഇനി അറിയേണ്ടത് ഈ ഓൾട്ടർനേറ്റ് ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. എക്സ് 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 ഈ ഓൾട്ടർനേറ്റ് ആംഗിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇന്ന് പഠിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതേ കണക്ക് തന്നെ ഏത് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിളും. അപ്പോൾ ഇതിൽ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ